നമസ്കാരം. ഇന്ന് നമ്മൾ കേരള PSC ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഭയങ്കര വാസ്റ്റായിട്ടുള്ളൊരു സിലബസാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. അതിൽ തന്നെ ഒരു പോർഷനായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് സിവിൽ റൈറ്റ്സിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ടിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലാണ് ഈ എക്സാം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: when was the Constituent Assembly formed according to the proposals of Cabinet Mission Plan? Answer: 6 December 1946. So, the Constituent Assembly of India was elected to write the Constitution of India. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇന്ത്യൻ ഭരണഘടന രചിക്കുന്നതിന് വേണ്ടിയിട്ട് 1946, അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപേ തന്നെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി എലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: ടൈപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ. ആൻസർ എന്ന് പറയുന്നത് ദ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. പാർലമെൻ്ററി ഫോം എന്ന് വെച്ചാൽ ഒരു ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് ആണ്. അതിൽ പാർലമെൻറ്റിൽ ഏത് പാർട്ടിക്കാണോ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നത് അവർ ഒരു ഗവൺമെൻറ് ഫോം ചെയ്യും. ആൻഡ് ആ പാർട്ടിയുടെ ലീഡറായിരിക്കും നമ്മുടെ ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: Who was the chairman of Constituent Assembly's Credential Committee? Answer: Alladi Krishnaswamy Iyer. He was a lawyer. 1929 മുതൽ 1944 വരെ മദ്രാസിലെ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു അദ്ദേഹം. 1883 മെയ് 14 മദ്രാസിലാണ് ജനിച്ചത്. ആൻഡ് 1953 ഒക്ടോബർ 3 ചെന്നൈയിലാണ് മരണം. അടുത്തത്: നേച്ചർ ഓഫ് ജുഡീഷ്യറി ഇൻ ഇന്ത്യ. ആൻസർ ഈസ് ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി. Integrated judicial system means that decisions are made by higher courts. അതായത് ഇന്ത്യയിൽ ഗ്രാമപഞ്ചായത്തുകളിൽ ഉള്ള ലോവർ കോർട്സ് ഹൈ കോർട്സുമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആണ്. ആൻഡ് ഹൈ കോർട്സ് ആർ ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു ദ സുപ്രീം കോർട്ട്. ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നത് എന്തായാലും സുപ്രീം കോർട്ടാണെന്ന് നമുക്കറിയാം. അതിനാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ആർട്ടിക്കിൾ 1 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ്സ്. Answer: India as a union of states. That is, territory of India shall consist of the territory of states, the union territory, and any territory that may be acquired in the future. Next question: the idea of Constituent Assembly was propounded by M.N. Roy. It was in 1934, and he was a pioneer of communist movement in India and advocate of radical democracy. His full name is Manabendra Nath Roy. Next question: the last British Governor General who addressed the Constituent Assembly. The answer is Lord Mountbatten. ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയും അദ്ദേഹം തന്നെയായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം 1948 വരെ ഇന്ത്യയുടെ ഗവർണർ ജനറലായി തുടർന്നു. Next question: the first sitting of the Constituent Assembly was held on. Answer: 9 December 1946. Under Cabinet Mission Plan of 1946, elections were held for the first time for the formation of the Constituent Assembly, and it was held in New Delhi. ഏകദേശം 299 മെമ്പേഴ്സിനെയാണ് ആ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. Next question: the Constitution of India came into effect on 26 January 1950. ഏകദേശം 3 വർഷം കൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പൂർത്തിയാക്കിയത്. കൃത്യമായി പറഞ്ഞാൽ 2 വർഷം 11 മാസം 17 ദിവസം എടുത്തു. ആൻഡ് they discussed about what Constitution should contain and what laws should be included. Next question: the Constituent Assembly adopted our national flag on. Answer:
ജൂലൈ 22, 1947. പിംഗളി വെങ്കയ്യ ആണ് നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Constituent Assembly adopted our national anthem on January 24, 1950. നമ്മുടെ നാഷണൽ ആന്തം ജനഗണമന ആണ്. രവീന്ദ്രനാഥ് ടാഗോർ ആണ് ജനഗണമന രചിച്ചത്. ബംഗാളി ഭാഷയിലാണിത്. ഏകദേശം 52 സെക്കൻഡാണ് നമ്മുടെ നാഷണൽ ആന്തം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഈസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? The answer is Dr. B.R. Ambedkar. അടുത്ത ക്വസ്റ്റ്യൻ. ഹു ഈസ് ദ ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? അതും ഡോക്ടർ B.R. അംബേദ്കർ തന്നെയാണ്. B.R. അംബേദ്കർ ഹാഡ് സ്റ്റഡിഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എബൌട്ട് 60 കൺട്രീസ്. ഏകദേശം 60 രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചതിന് ശേഷമാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹം തയ്യാറാക്കിയത്. ആൻഡ് അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വേൾഡ്. ലോകത്തെ ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ഫസ്റ്റ് ലാൻഡ്മാർക്ക് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ? The answer is Regulating Act of 1773. It was introduced by Frederick North and Lord North. ബ്രിട്ടീഷ് ഗവൺമെൻറ് എടുത്ത ആദ്യത്തെ പടിയാണ് റെഗുലേറ്ററി ആക്ട് എന്ന് പറയുന്നത്. ഇന്ത്യയിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഫയേഴ്സ് റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ട് നിലവിൽ വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വെയർ ബോറോഡ് ഫ്രം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് USA. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് 7 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, cultural and educational rights, right to property, and right to constitutional remedies. Next question. Who was the chairman of Constituent Assembly's ad hoc committee on the national flag? Answer is Dr. Rajendra Prasad. നമുക്കറിയാം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡൻറ്റ്. 1950 മുതൽ 1962 വരെയായിരുന്നു അദ്ദേഹം പ്രസിഡൻ്റ് ആയിരുന്നത്. He was born on 3rd December 1884 and died on 28 February 1963. Next question. In which case Supreme Court said that the preamble is a part of the Constitution of India? Answer is Keshavananda Bharati vs. State of Kerala case. 1973 ഈ കേസ് നടന്നത്. It was a landmark case and the decision taken by the Supreme Court outlined the basic structure of the Constitution. Next question. Who was the chairman of Constituent Assembly's Order of Business Committee? The answer is K.M. Munshi. He was an Indian independence movement activist, politician, writer, educationalist from Gujarat. He was born on 13 December 1887 and died on 8 February 1971. ഇനി നമുക്ക് കുറച്ച് ആർട്ടിക്കിൾസ് നോക്കാം. ഫസ്റ്റ് വൺ. വിച്ച് ആർട്ടിക്കിൾ ഈസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്? ആൻസർ ഈസ് ആർട്ടിക്കിൾ 29. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് വിത്ത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി? ആൻസർ ഈസ് ആർട്ടിക്കിൾ 17. Next question. Which article is related to equality before law? The answer is Article 14. Next question. According to which article is Hindi the official language of the Union? The answer is Article 343. ഇനി നമുക്ക് രണ്ട് ഫാക്ട്സ് നോക്കാം. The original constitution had 395 articles in 22 parts and 8 schedules. Presently it contains 448 articles in 25 parts and 12 schedules. സോ ഇന്ന് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ അപ്ഡേറ്റ്സ്.